സുഹൃത്തുക്കളെ, നമസ്കാരം. ഈ സാമാന്യ ആപേക്ഷികത എങ്ങനെ സമൂഹത്തിൽ പ്രയോഗിക്കാമെന്ന് ഉള്ളതും അതിൽ നാരായണ ഗുരു എങ്ങനെയാണ് അറിഞ്ഞോ അറിയാതെയോ അത് വളരെ കൃത്യമായും കണിശമായും അദ്ദേഹം തൻ്റെ പ്രവൃത്തിയിലൂടെ അത് പ്രയോഗിച്ചതെന്നും സംസാരിക്കുമ്പോഴാണ് പെട്ടെന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിർത്തിയത്. അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കും നിങ്ങൾ നോക്കുക. ഞാൻ ഒരു പ്രത്യേക മതത്തിൻ്റെ വക്താവായിട്ട് എന്നെ ഒരിക്കലും കാണേണ്ടതില്ല എന്നും എല്ലാ മതങ്ങളും നമുക്ക് സമ്മതമാണ്. മാത്രമല്ല, വിഗ്രഹപ്രതിഷ്ഠ നടത്തിയപ്പോൾ എന്തുകൊണ്ടാണ് വിഗ്രഹപ്രതിഷ്ഠ നടത്തിയത്? അത് നമുക്ക് വേണ്ടിയല്ലല്ലോ, അവർക്ക് വേണ്ടിയല്ലേ എന്നതും, അതേപോലെ ദൈവം എന്ന് നിരീശ്വരവാദിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സഹോദരൻ അയ്യപ്പൻ്റെ കുറിച്ചിട്ട് മറ്റുള്ള ശിഷ്യന്മാർ കംപ്ലൈൻറ്റ് പറഞ്ഞപ്പോൾ അയ്യപ്പൻ്റെ പ്രവൃത്തിയിൽ ദൈവമുണ്ട്, വാക്കിലേ ദൈവമില്ലാത്തുള്ളൂ എന്ന് നിസ്സാരവൽക്കരിച്ച് പറഞ്ഞതൊക്കെ തന്നെ യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു സാമാന്യ ആപേക്ഷികതയിലൂടെ ആ ദർശനം പൂർണ്ണമായും ഉൾക്കൊണ്ട ഒരാളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത്. അതേപോലെയോ ചിലപ്പോൾ അതിൽ കുറഞ്ഞ രീതിയിൽ നമുക്ക് ഗാന്ധിജിയെയും കാണാം. ഇപ്പോൾ ഈ സാമാന്യ ആപേക്ഷികതയുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഏതൊരു ദർശനത്തെയും എടുക്കുമ്പോൾ നമ്മൾ അത് കാലികമായിട്ടാണ് കാണേണ്ടത്. ആ കാലത്തിനനുസരിച്ചുള്ളതാണെന്നും അപ്പോൾ അതോട് പിന്നീട് നാം അതിനെ ഉപയോഗിക്കുമ്പോഴും അതിനുള്ള ഒരു വികാസമായിട്ട് കാണുമ്പോൾ അതിലുള്ള നന്മകളെ നാം എടുക്കേണ്ടതുള്ളൂ, അതിലുള്ള ധാർമ്മിക മൂല്യങ്ങളെ നമ്മൾ എടുക്കേണ്ടതുള്ളൂ. ആ ധാർമ്മിക മൂല്യങ്ങളിൽ നേരെ മറിച്ച് അന്നുണ്ടായിരുന്ന കാലഹരണപ്പെട്ട ഇന്ന് ശരിക്കും അധാർമികമെന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ പൂർണ്ണമായും അവഗണിക്കുകയാണ് വേണ്ടത്. അതിനെ അവെയർ ആവുക എന്നുള്ളതല്ലാതെ അതിൻ്റെ എതിരെ ഒരു വാക്ക് പോലും പറയേണ്ടതില്ല. അത് സ്വാഭാവികമായും കൊഴിഞ്ഞു പോയിക്കൊള്ളും എന്നർത്ഥം. അപ്പോൾ അതാണ് അതിനുള്ള ഏറ്റവും നല്ല തെളിവാണ് ഗാന്ധിജിയുടെ ഗീതാ വ്യാഖ്യാനം. ഭഗവത്ഗീത നമുക്ക് എല്ലാവർക്കും അറിയാം. ലോകത്തിൽ ഇത്രത്തോളം അക്രമത്തിൻ്റെയും സ്വന്തം കുടുംബത്തിലുള്ള ചോരകളെ തന്നെ, സ്വന്തം ചോരയുള്ള ഒരേ സഹോദരങ്ങളുടെ മക്കൾ തമ്മിലുള്ള അധികാരത്തിന് വേണ്ടിയുള്ള ക്രൂരതയുടെ അങ്ങേയറ്റത്തെ കാണിക്കുന്ന ഒരു ഇതിഹാസത്തെ യഥാർത്ഥത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. സ്വന്തം ജ്യേഷ്ഠാനുജന്മാരുടെ മക്കൾ തമ്മിലുള്ള ഒരു യുദ്ധം, അതിൽ തന്നെ എത്രയോ മനുഷ്യരെ കൊലക്ക് കൊടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? അങ്ങനെയുള്ള ഒരു ഇതിഹാസത്തിൽ നിന്നാണ് അദ്ദേഹം അഹിംസയുടെയും അതേപോലെ തന്നെ സത്യാഗ്രഹത്തിൻ്റെയും മൂല്യങ്ങൾ കടഞ്ഞെടുത്തതെന്നാണ്. അപ്പോൾ അത് വളരെ അതിൽ നിന്ന് തന്നെ നമുക്ക് ഗാന്ധിജി എങ്ങനെയാണ് യഥാർത്ഥത്തിൽ സാമൂഹ്യ ആപേക്ഷികത സിദ്ധാന്തം, പൊതു ആപേക്ഷികത ഈ ഒരു ഭഗവത്ഗീതയിൽ പോലും കണ്ടെത്തിയതും അതിൽ നിന്ന് നല്ലത് മാത്രം കടഞ്ഞെടുക്കുകയും ചെയ്തു. അത് അതിൽ മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും മാത്രമല്ല, അദ്ദേഹം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ മാറ്റം എന്നത് അദ്ദേഹത്തിൻ്റെ സംബന്ധിച്ചിടത്തോളം ഒരു വികാസമായിട്ടാണ് കണ്ടിരുന്നത്. എൻ്റെ അഭിപ്രായങ്ങളിൽ അഭിപ്രായ വ്യത്യാസം വിപരീതങ്ങൾ ഉണ്ടെങ്കിൽ ഏറ്റവും അവസാനത്തെ നിങ്ങൾ എടുത്താൽ മതി.
എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരുന്നു. അദ്ദേഹം അവസാനം വരെ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ദൈവസങ്കല്പങ്ങൾ നോക്കുക നിങ്ങൾ. ഇത്രയും മനോഹരമായ ഒരു ദൈവം. അദ്ദേഹം സ്നേഹത്തെ ദൈവത്തിൻ്റെ അവിടെ പ്രതിഷ്ഠിക്കല്ലേ ചെയ്തത്. ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ ലവ് ഈസ് ഗോഡ് എന്നത് പിന്നീട് പരിണമിച്ച് ഗോഡ് ഈസ് ലവ് എന്ന വൻമാറ്റം. അതായത് നമ്മളിൽ കാണുന്ന സ്നേഹമാണ് യഥാർത്ഥത്തിൽ ദൈവം എന്ന തലത്തിലേക്ക് അദ്ദേഹത്തിന് വളരാൻ കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് എല്ലാ വികാസത്തിലും എല്ലാ മാറ്റങ്ങളിലും നമുക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട്, ഇപ്പോൾ ഞാൻ ഒരു കണക്ക് മാഷായതുകൊണ്ട് കണക്കിലൊരു ഉദാഹരണം പറയാം. സാധാരണ രീതിയിൽ കണക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു എന്താ പറയുക, ഒരു വിഷമുള്ളതും വെറുപ്പുള്ളതും അല്ലെങ്കിൽ ഒരിക്കലും മനസ്സിലാവാത്തതും. യഥാർത്ഥത്തിൽ കണക്കാണ് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാവുന്നത്. നമുക്ക് വിവേചന ബുദ്ധി ഉള്ളിടത്തോളം കാലം അത് മനസ്സിലാക്കാനൊരു പ്രയാസമില്ല. പക്ഷേ അത് നൽകുന്ന രീതി മാറിപ്പോയാലോ, അതാണിപ്പോൾ സാധാരണ നടക്കുന്നത്. ഇപ്പോൾ സാധാരണ ഈ കണക്ക് മാഷന്മാർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയമുള്ള, എല്ലാവരും ഭീഷണിപ്പെടുത്തുന്ന വലിയൊരു എന്തോ വേറൊരു ഗ്രഹത്തിൽ വന്ന ഒരുത്തനെ പോലെയാണ് സാധാരണ പെരുമാറുന്നത്. കൂടുതൽ ആക്രമിച്ചും അല്ലെങ്കിൽ മർദ്ദനം നടത്തിയിട്ടും മാനസികമായും ശാരീരികമായുള്ള മർദ്ദനങ്ങളാണ് സാധാരണ ഈ ഗണിത അധ്യാപകരുടെ ഒരു പൊതു സ്വഭാവം. അതുകൊണ്ട് തന്നെ കണക്ക് തന്നെ ഭയങ്കര പ്രയാസം. ചെറുപ്പത്തിൽ 1-ാം ക്ലാസ്സിൽ തന്നെ ഒരു കുട്ടി, ഉദാഹരണമായിട്ട് പറയുകയാണ്, 8ഉം 5ഉം ചോദിച്ചു കുട്ടിയോട്. കുട്ടി ഒരു 10 അല്ലെങ്കിൽ 11 എന്ന് പറഞ്ഞു. ഉടൻ മാഷെ സംബന്ധിച്ചിടത്തോളം തെറ്റ്, നിന്നതിന് പറ്റില്ല എന്നാണ് പറയുന്നത്. നേരെ മറിച്ച് യഥാർത്ഥത്തിൽ സാമാന്യ ആപേക്ഷികതയോട് കൂടിയാണെങ്കിൽ ഇങ്ങനെ കണ്ടത്, എടാ നീ ആൾ മിടുക്കനാണല്ലോ, നിനക്കത് 8 എന്നറിയാലോ, 8 എന്നുള്ളത് നിനക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ, നീ ഒന്നും കൂടി നോക്കാം, അങ്ങനെ തന്നെയാണോ അല്ല ഒന്നും കൂടി പരിശോധിച്ച് നോക്കുക, അതിന് വല്ല മാർഗമുണ്ടോ. അങ്ങനെ കുട്ടിയെ 13-ലെത്തിക്കുക, ശരിയായ ഉത്തരത്തിലെത്തിക്കാതെ ആ ഉത്തരത്തിൻ്റെ അടുത്ത് എത്തിയ ഒരു കുഞ്ഞിനെ പ്രോത്സാഹിപ്പിക്കാതെ അവനെ പൂർണ്ണമായും നിരുത്സാഹപ്പെടുത്തുകയും അവന് ഗണിതം എന്നത് ഭയങ്കര ഒരു കീറാമുട്ടിയായിട്ടും ഭയപ്പെടുന്ന ഒരു വിഷയമാക്കി മാറ്റുന്നതിനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം എൻ്റെ അഭിപ്രായത്തിൽ ഈ അധ്യാപകർ അവരുടെ കേവല യുക്തിവാദപരമായ ഒരു സമീപനമാണ്. യഥാർത്ഥത്തിൽ സാമാന്യ ആപേക്ഷികതയോടുകൂടിയാണ് സമീപിക്കുന്നത്. ആ കുട്ടിയുടെ ആ മനസ്സിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണം. ഒരു 5 വയസ്സായ ഒരു കുട്ടി, ആ കുട്ടിക്ക് 8 എന്ന സംഖ്യയും 5 എന്ന സംഖ്യയും അത് രണ്ടും കൂട്ടുമ്പോഴുള്ള കാര്യം അവൻ്റെ ബോധത്തിൽ വന്നുകൊണ്ടേ ഇരിക്കുന്നേ ഉള്ളൂ, രൂപപ്പെടുന്നേ ഉള്ളൂ. അപ്പോൾ തന്നെ കുട്ടിക്ക് അവൻ്റെ തെറ്റാണ്, അവനത് മനസ്സിലാവില്ല എന്ന് നമ്മൾ വിധി എഴുതിയാൽ ആ വിധി അവൻ പൂർണ്ണമായും അംഗീകരിക്കുകയാണെങ്കിൽ അതോടുകൂടി പിന്നെ ആ കുട്ടി കണക്കിലും മോശക്കാരനാവും. അത് യാതൊരു സംശയമില്ല. ആ കുട്ടി അത് അംഗീകരിച്ച് പോയാൽ പിന്നെ അതല്ല, ആ കുട്ടിക്ക് അങ്ങനെ തോന്നി, അത് മറ്റുള്ളവരും കൂടിയും പറയുമ്പോൾ അവനങ്ങനെ തോന്നും ചെയ്യും. ബാക്കിയുള്ളവരും കൂടി അവൻ പരിഹസിച്ചു പിന്നെ ആ കുട്ടി ഒരിക്കലും ആ കാര്യത്തിൽ, ഗണിതത്തിൻ്റെ കാര്യത്തിൽ പിന്നെ അവന് അതോടുകൂടി തീർന്നു വന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇത് എല്ലാ സമസ്ത മേഖലകളിലും സാമാന്യ അപേക്ഷികതയാണ് വേണ്ടതെന്നർത്ഥം. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ നോക്കുക, സാധാരണ ഇപ്പോൾ നമ്മളെയൊക്കെ ആരാ നടക്കാൻ പഠിപ്പിച്ചത്? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ചെറിയ കുട്ടികൾ നടക്കാൻ പഠിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നടക്കാൻ തുടങ്ങുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്? അത് നോക്കിയാൽ മതി, അപ്പം മനസ്സിലാവും. ഓരോ കുഞ്ഞും ആദ്യത്തെ ഒരു സ്റ്റെപ്പ് വെക്കുമ്പോഴേക്ക് തന്നെ ചിലപ്പോൾ അവൻ വീണു പോകും. പക്ഷേ ആ ഒരു സ്റ്റെപ്പ് വെക്കുമ്പോഴേക്ക് അമ്മ എന്താ ചെയ്യുക? അമ്മ അങ്ങനെ കാത്തിരിക്കും, കൈ ഇങ്ങനെ നീട്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കും.
ഇത് വാ 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 എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ആകെ ഒരു സ്റ്റെപ്പ് വെക്കുമ്പോഴേക്കും അവൻ വീണ, ഓ എൻ്റെ കുഞ്ഞ് നടന്നില്ല എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെടുകയല്ല അമ്മ ചെയ്യണത്. അമ്മ ഓ എൻ്റെ കുഞ്ഞ് നടന്നു 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 എന്ന് പറഞ്ഞിട്ട് കുക്കിപ്പാറുകയാണ് ചെയ്യണമെന്ന് അർത്ഥം. ഈ അമ്മയുടെ ഈ മനോഭാവമാണ്, ഈ അമ്മയുടെ ആഹ്ലാദമാണ് കുഞ്ഞിനെ, ഈ ആഹ്ലാദം തിരിച്ച് പിന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞ് പിന്നെയും പിന്നെയും പരിശ്രമിക്കണം. നടന്ന് നടന്ന് നമ്മെപ്പോലെ പിന്നെ നടക്കാനും ഓടാനും ചാടാനും ഉയരങ്ങൾ കീഴടക്കാൻ പോലും നമ്മളെ എത്തിക്കാനുള്ള പ്രധാന കാരണം ഈ അമ്മയുടെ ഈ സാമാന്യ ആപേക്ഷികതാ സമീപനമാണ്. നേരെ മറിച്ച് സാധാരണ നമ്മൾ ടീച്ചർമാരൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും ചെയ്യുക? ഇപ്പോൾ സോക്കാൾഡ് ടീച്ചർമാരൊക്കെയാണ്, ഓ നീ നടന്നത് ശരിയാണോ, അങ്ങനെയാണോ നടക്കുക, ആ കാലം അവിടെ വെച്ചിട്ട് ഒരു സ്റ്റെപ്പ് ഒക്കെ വെച്ചപ്പോഴേക്ക് നീ വീണില്ലേ, നിന്നെ നടക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നതെങ്കിലും പിന്നെ അവന് നടക്കാൻ പറ്റില്ല. അവന് നടക്കുക എന്ന പ്രക്രിയ അവന് പഠിക്കണമെങ്കിൽ അതിന് അവൻ്റെ ആത്മവിശ്വാസമാണ് ഉണ്ടാക്കേണ്ടത്. ഇത് അതേപടി തന്നെ മറ്റെല്ലാ കാര്യങ്ങളിലും മറ്റെല്ലാ രീതിയിലും മനുഷ്യൻ്റെ സാമൂഹ്യ ജീവിതത്തിലും ഒക്കെ ഇത് ബാധകമാണ്. മനുഷ്യൻ എന്നത് സാമൂഹ്യ ബന്ധങ്ങളുടെ ഒരു സമുച്ചയമാണെന്നാണ്. അതെ, മാൻ ഈസ് ആൻ എൻസെമ്പിൾ ഓഫ് സോഷ്യൽ റിലേഷൻസ് എന്നാണ് മാർക്സ് തന്നെ പറഞ്ഞതിനർത്ഥം. അതായത് ഇങ്ങനെയുള്ള സാമൂഹ്യ ബന്ധങ്ങളാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ ഈ സൊസൈറ്റി ആയിട്ട് നിലനിർത്തുന്നതും ഈ സൊസൈറ്റി മുന്നോട്ട് നീങ്ങും. ഈ സാമൂഹ്യ ബന്ധങ്ങളെ സ്വാധീനിക്കുന്നതാണ് എന്ത്? അവൻ്റെ ഉപകരണങ്ങൾ, കണ്ടുപിടുത്തങ്ങൾ, അവൻ ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണവും. ഇതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നാണ്. അപ്പോൾ ഈ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിൽ, ഈ പൊതു ആപേക്ഷികത രീതിയിൽ നമ്മൾ എന്ത് ശരിയായ വികസന തത്വശാസ്ത്രങ്ങളും കൊണ്ടുവരികയാണെങ്കിൽ അതിനായിരിക്കും കൂടുതൽ ഏതൊരു സമൂഹത്തിലും അടിത്തറയുണ്ടാവാനും വികസിക്കാനുമുള്ള സാധ്യതകൾ നടത്തും. ഇപ്പോൾ നമ്മൾ വലിയ പുരോഗതിയും സമത്വവും സാഹോദര്യവും അല്ലെങ്കിൽ ആധുനിക മാനുഷിക മൂല്യങ്ങളും എന്നൊന്നും പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമില്ല. അതിനുള്ള ഏറ്റവും നല്ല തെളിവാണ് ഇപ്പോൾ BJP പറഞ്ഞെടുത്ത് എന്തുകൊണ്ടാണ് ആൾക്കാർ നിൽക്കുന്നത്? നമ്മളുടെ സാഹോദര്യം, സമത്വം, സോഷ്യലിസം മുതലായതൊന്നും ആൾക്കാർക്ക് വേണ്ടേ? അതിനേക്കാളും പ്രധാനപ്പെട്ട അവൻ്റെ സമൂഹത്തിലുള്ള നിലവിലിരിക്കുന്ന അവൻ്റെ വിശ്വാസങ്ങളും വിചാരങ്ങളും അവൻ്റെ സംസ്കാരവും അതിൻ്റെ അടിത്തറയുമാണ് നടത്തുന്നത്. ആ അടിത്തറ ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ എന്തൊക്കെ പറയുകയാണെങ്കിലും മറ്റൊരു ലോകത്തും മറ്റൊരു രാജ്യത്തും ഇല്ലാത്ത രീതിയിലുള്ള നമുക്ക് പശുവിനോടുള്ള പ്രേമമുണ്ട്, സ്നേഹമുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ആ കാരണം എന്താണെന്ന് മനസ്സിലാക്കാതെ അതൊക്കെ അന്ധവിശ്വാസമാണ്, അനാചാരമാണ്, അതൊക്കെ അപകടമാണ്, അതൊക്കെ വിഡ്ഢിത്തമാണ് എന്ന രീതിയിലുള്ള കാഴ്ചപ്പാട് സാമാന്യ ആപേക്ഷികതയോട് ചേരുന്നില്ല. എന്താ വേണ്ടത്? എന്തുകൊണ്ട് ഈ പശു എന്നത് സാർത്ഥകമായ രീതിയിൽ പൂർണ്ണമായും അർത്ഥപൂർണമായിട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംസ്കാരം വന്നത് എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടിയിരുന്ന അർത്ഥം. അത് പരിശോധിച്ച് അത് ഈ ലോകത്തിലെ ഏറ്റവും ആദ്യമായിട്ട് ഈ കാർഷിക സംസ്കാരം ഉരുത്തിരിഞ്ഞു വന്ന ഇതായിരിക്കണം ഒരുപക്ഷെ ഈ ഗംഗാ, ബ്രഹ്മപുത്ര, സിന്ധു ഗംഗ സമതലങ്ങളൊക്കെ.
അവിടെ കൃഷി എന്നത് പശു എന്നതും വളരെ പ്രധാനപ്പെട്ടതാവുകയും അങ്ങനെ അതിനോടൊരു ആത്മബന്ധം, അല്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് മറ്റ് ഈ ജീവികളെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്നതോടുകൂടി അതിനോടുണ്ടാവുന്ന ഒരു ആത്മബന്ധം കൃഷി വന്നതോടുകൂടി കൂടുതലാവുകയും അങ്ങനെ ഈ പശു എന്നതും അല്ലെങ്കിൽ കുതിര എന്നതൊക്കെ തന്നെ അവൻ്റെ വളരെ അടുത്ത ബന്ധത്തിലുള്ള ഒരു സൗഹൃദം സ്ഥാപിക്കുകയും ചെയ്ത ഒരു സംസ്കാരത്തിലാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ പശുവും അല്ലെങ്കിൽ പശുവിൻ്റെതൊക്കെ ഉണ്ടായതും അത് ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അത് നിലനിൽക്കാനുള്ള കാരണം എന്താണ്? അങ്ങനെ ഉണ്ടായ ഒരു സംസ്കാരം ഒരു തത്വശാസ്ത്രത്തിലൂടെ, അതായത് കൃഷി പ്രോത്സാഹിപ്പിക്കാനായിട്ടും ഈ പശുവിൻ്റെ ചാണകവും മൂത്രവും ഒക്കെ കൃഷിക്ക് വളരെ അത്യാവശ്യമായതുകൊണ്ടും അതിനെ സംരക്ഷിക്കാനായിട്ട് ഉണ്ടാക്കിയ ഒരു സംസ്കാരം, അത് നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ അതിനെ പെട്ടെന്ന് കൊല്ലുക എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമുള്ളതാണ്. ഇപ്പോൾ 1857 നമ്മുടെ ആദ്യത്തെ ശിപ്പായി മേള എന്ന് ബ്രിട്ടീഷുകാർ വിളിക്കുന്ന നമ്മളെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരത്തിൽ ഈ ഡൽഹി പിടിച്ചടക്കിയതിന് ശേഷം നമ്മൾ ചെയ്ത ബഹദൂർ ഷാ സഫർ എന്ന അവസാനത്തെ മുഗൾ അധികാരിയാണ് ആദ്യം അതിൽ കയറ്റി വെച്ച്. അയാൾ ആദ്യം തന്നെ എടുത്ത ഒരു വലിയ നിയമം എന്തായിരുന്നു? ഈ ഗോവധം നിരോധിക്കുക എന്നുള്ളതായിരുന്നു. അതെന്തിനാണ്? കുറേ ബഹുഭൂരിപക്ഷം വരുന്ന അതിൽ വിശ്വസിക്കുന്ന വെറും ആരുള്ളൂ? യഥാർത്ഥത്തിൽ അത് വിശ്വസിക്കുന്നത് ഹിന്ദു മതത്തിലെ ഉയർന്ന ജാതിക്കാർ മാത്രമേ ഉള്ളൂ. അവരെ പോലും അപ്പീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് അത് നിരോധിച്ചത്. അങ്ങനെ അത് നിരോധിച്ചു എന്നുള്ളതുകൊണ്ട് ഒരു കുഴപ്പവും വരുന്നില്ല. അതിന് വേറെ പ്രോട്ടീനുകളോ മറ്റുള്ളതൊക്കെ അതിന് പകരം വെക്കേണ്ടി വരും എന്നുള്ളതുള്ളൂ. അതൊന്നും ഒരു വലിയ ഒരു ഗ്രൂപ്പിനെ ഒന്നായിട്ട് കയ്യിലെടുക്കാനായിട്ട് അങ്ങനെയുള്ള ഒരു വിട്ടുവീഴ്ച സമൂഹത്തിന് ചെയ്യാം. കാരണം നമ്മളെ ലക്ഷ്യം എന്നത് എന്തായാലും ഈ സമത്വവും സാഹോദര്യവും സ്വാതന്ത്ര്യവുമാണെങ്കിൽ, അതാണ് പ്രധാനപ്പെട്ടതെങ്കിൽ, ഈ നമ്മളെ കൂട്ടത്തിൽ വളരെ തീക്ഷ്ണമായി വിശ്വസിക്കുന്ന ഒരു ഗ്രൂപ്പ് മാത്രമല്ല, അവർക്ക് മറ്റുള്ളവരെ സ്വാധീനിക്കാൻ കഴിവുണ്ടെങ്കിൽ അത് അംഗീകരിച്ചു കൊണ്ട് തന്നെ പിന്നീട് എപ്പോൾ ഈ സമൂഹത്തിന് അത് ഇല്ലാതാവണോ അപ്പോഴും ഇല്ലാതാക്കിയാൽ മതി. ഇപ്പോൾ മറ്റൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഈ ഇറാനിൽ നല്ലൊരു ഉദാഹരണമാണ്. ഇറാനിൽ അവിടെ സ്ത്രീകളെ പുറത്തേക്ക് ഇറക്കില്ല, സ്ത്രീകളെ ഈ മുഖം മൂടി ധരിപ്പിച്ചിട്ട് നടക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇടി ചിലപ്പോൾ കൊല ഇതൊക്കെ നടത്തും എന്ന്. അത് 100% ആ സമൂഹത്തിൽ രൂഢമായിട്ടുള്ള ഒരു വിശ്വാസമാണ്. ഈ രൂഢമായ വിശ്വാസം എത്ര കണ്ട് ബേസ്ലെസ് ആണെങ്കിലും അബദ്ധമാണെങ്കിലും ഒരു സമൂഹം ഒന്നായിട്ട് അത് ഷെയർ ചെയ്യുന്നതോടുകൂടി അതൊരു ഭൗതിക വസ്തുവാകുന്നു എന്ന ഏംഗൽസിൻ്റെ നിയമം നിങ്ങൾ മറക്കരുത്. ആ വീക്ഷണം നിങ്ങൾ മറക്കരുത്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഇറാനിലെ ജനങ്ങളെ അവിടെയുള്ള മറ്റുള്ളവർ ചൂഷണം ചെയ്യാതെ അവിടെയുള്ള ജനങ്ങളെ സ്വയം അവിടെയുള്ള റിസോഴ്സസ് കൊണ്ട് അവർ നിലനിൽക്കുക എന്നുള്ളതാണ്. അതായത് പുറമേ നിന്നുള്ള ഒരു കൊളോണിയൽ പവറിൻ്റെ ചൂഷണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക ആണോ ഏറ്റവും പ്രധാനം? അതല്ല അവരൊക്കെ ഈ ഇസ്ലാം എന്ന വങ്കത്വത്തിൽ നിന്ന് ഒഴിവാക്കുകയാണോ നമ്മൾ ചെയ്യേണ്ടത്?
ആ രീതിയിൽ ആയിരിക്കണം നമ്മൾ കാണേണ്ടതെന്ന് അർത്ഥം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അവരിലുണ്ടായിരുന്ന ഒരു അന്ധവിശ്വാസമാണ് എന്ന് അംഗീകരിച്ചാൽ തന്നെ അത് എപ്പോൾ അവർക്ക് മാറ്റണം എന്ന് തോന്നുന്നു അപ്പോൾ അവർ മാറ്റട്ടെ. അതിൻ്റെ പേരിൽ നമ്മൾ അവരെ മറുഭാഗത്ത് നിർത്തി, നമ്മളെ ശത്രുപക്ഷത്ത് നിർത്തി അവരെ ഒറ്റപ്പെടുത്തലല്ല വേണ്ടത്, ഇപ്പോൾ ചൈന ചെയ്യുന്ന പോലെ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ലക്ഷ്യം എന്താണ്? ലക്ഷ്യം 100% ഫ്രഞ്ച് വിപ്ലവത്തിൽ പറഞ്ഞ പോലെ സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഇതാണല്ലേ? ഇതാണെങ്കിൽ ഒരു മതത്തിലും അന്ധവിശ്വാസം, ശരിയാണ്, എല്ലാ മതങ്ങളിലും അന്ധവിശ്വാസങ്ങളുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം ഇത് ഏറ്റവും ആദ്യം ഒരു നാട്ടിനെങ്കിലും, അതായത് കൊളോണിയൽ ചൂഷണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു നാടെങ്കിലും അതാവണ്ടേ. അതായതിനു ശേഷമല്ലേ അതിന് ഈ സ്ത്രീകളുടെ തുല്യതക്കും വേണ്ടിയിട്ടും അല്ലെങ്കിൽ അതിനുള്ളിലുള്ള ആൾക്കാരുടെ തുല്യതക്കും വേണ്ടിയിട്ടും മുന്നേറാൻ കഴിയുള്ളൂ. അതെന്തായാലും വരും എന്നുള്ളത് ഉറപ്പാണ്. കാരണം അതാണ് ശരി. നമ്മളെ കുട്ടികൾക്ക് ആദ്യം ആണുങ്ങൾക്ക് വിദ്യാഭ്യാസം കിട്ടുന്നതോടുകൂടി സ്ത്രീകൾക്കും വിദ്യാഭ്യാസം വേണമെന്നുള്ളതിലേക്ക് അത് വരും. സ്ത്രീകൾക്കും വിദ്യാഭ്യാസം കിട്ടുന്നതോടുകൂടി മെല്ലെ മെല്ലെ അവർ തന്നെ അത് മാറ്റിക്കൊണ്ടിരിക്കും. അത് നമ്മൾ പുറത്തുനിന്ന് മാറ്റാൻ ശ്രമിക്കുക എന്നുള്ളതല്ല കൂടുതൽ ഈ സാമാന്യ ആപേക്ഷികത രീതിയിൽ ശരിയായതെന്നർത്ഥം. അതേപോലുള്ള അന്വേഷണങ്ങളാണ് നമ്മൾ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ പോലും കാണുന്നത്. അഫ്ഗാനിസ്ഥാനിൽ അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകിച്ചും കൊളോണിയൽ ശക്തികളുടെ, അമേരിക്കയുടെ, ബ്രിട്ടൻ്റെ, അല്ലെങ്കിൽ പിന്നെ ഫ്രാൻസ്, ഇങ്ങനെയുള്ള രാജ്യങ്ങളുടെ ചൂഷണമായിരുന്നു. അവിടെയുള്ള റിസോഴ്സസൊക്കെ കൊണ്ടുപോകാനായിട്ടുള്ള കഴുകന്മാരിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് ആദ്യം ചെയ്യുന്നത്. അതാണിപ്പോൾ അവിടെ നടന്നത്. അതോടുകൂടി തന്നെ അവരുടെ കാലിൽ അവർ സ്വന്തം ജീവിക്കാൻ പരിശ്രമിക്കുമ്പോൾ അപ്പോഴേ അവർ യഥാർത്ഥത്തിൽ അവരുടെ യാഥാർത്ഥ്യവുമായിട്ട് യഥാർത്ഥ ജീവിതത്തിലേക്ക് കടക്കാൻ കഴിയുന്നു. അപ്പോഴേ അതിലെ പ്രശ്നങ്ങൾ മനസ്സിലാവുള്ളൂ. ആ പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടാണ് സ്ത്രീകൾക്കും മറ്റുള്ള എല്ലാ മനുഷ്യർക്കും തുല്യത ഉണ്ടാവലാണ്, അത് സമത്വമാണ് ഏറ്റവും ശരിയായ രീതി. അപ്പോഴായിരിക്കും നമ്മളെ ഈ സമൂഹത്തിന് കൂടുതൽ ശക്തിയും കൂടുതൽ ബലവും കൂടുതൽ വികസന പ്രവേഗവും കിട്ടുക എന്നുള്ളത് അപ്പം മനസ്സിലാവുമ്പോൾ മാറിയാൽ മതി എന്നർത്ഥം. ഏറ്റവും ആദ്യം വേണ്ടത് ഈ ഒരാളെ ചൂഷണം ചെയ്യുന്നതില്ലാതാക്കുക. ആ ഒരാളുടെ ചൂഷണം ചെയ്യുക എന്നുള്ളതിൻ്റെ വളരെ ഉയർന്ന തലമാണ് ഈ ഒരു കോളനികളാക്കി, അതായത് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ചൂഷണം ചെയ്യുക. അതാണ് ഇത്ര കാലം നടന്നത്. എത്രയോ കാലങ്ങളായിട്ട് ഈ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ നടത്തിയ ആ കോളനൈസേഷൻ, അതായത് മറ്റു രാജ്യങ്ങളിൽ അവർ എത്രയോ കാലങ്ങളായിട്ട്, എത്രയോ നൂറ്റാണ്ടുകളായിട്ട്, സഹസ്രങ്ങളായിട്ട് സ്വരൂപിച്ചു വെച്ച സ്വത്തുക്കളൊന്നായിട്ട് കവർന്നെടുത്ത് ഇപ്പോൾ എന്തൊക്കെ അവിടെ വിഭവങ്ങളുണ്ടോ അതൊക്കെ കവർന്നെടുക്കുന്ന ഒരു രീതിയാണ് യഥാർത്ഥത്തിൽ കോളനൈസേഷൻ എന്ന് പറയുന്ന സാധനം. അതിലും മനുഷ്യരോ അല്ലെങ്കിൽ ധാർമ്മികത എന്നൊന്നും സാധനമേ ഇല്ലതാണ്. എത്രയോ മനുഷ്യരെ കൊന്നതിനൊന്നും ഒരു പ്രയാസം അവർക്കില്ല എന്നർത്ഥം. ഇപ്പോൾ അടുത്ത് തന്നെ ഉണ്ടായത് 10 കോടിയിലധികം ജനങ്ങളെ 40 കൊല്ലം കൊണ്ട് ഈ ബ്രിട്ടീഷ് ഇന്ത്യക്കാർ, അത് 1880 മുതൽ 1920 വരെയുള്ള കാലഘട്ടത്തിൽ നമ്മളെ കാലവരിക്ക് അയച്ചിരുന്നത്. അത്രയും വലിയ ഭീകരതയാണ് അല്ലെങ്കിൽ പൈശാചികതയാണ് കൊളോണിയലിസം.
അതല്ലേ ഇവിടെ പ്രധാനം. ആദ്യം സ്വന്തം കാലിൽ നിൽക്കട്ടെ, സ്വന്തം കാര്യങ്ങൾ നോക്കാനാവട്ടെ. അതിന് ശേഷം നമുക്ക് അവർ സ്വയം ഇതല്ല ശരി, ഇതിൽ കൂടുതൽ ശരി, നമുക്ക് എല്ലാവർക്കും സമത്വവും, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സമത്വവും സ്വാതന്ത്ര്യവും ഉണ്ടാവുമ്പോഴാണ് കൂടുതൽ മുന്നോട്ട് നീങ്ങാനാവുക എന്നത് പിന്നീടാണ് അതുണ്ടാവുന്ന അർത്ഥം. അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടായിക്കോളും. അതിന് പകരം അത് നമ്മൾ പുറമെന്ന് കൊണ്ടുവന്ന് കൊടുക്കേണ്ടതല്ല. ഏതുപോലെ ഈ ഗണിതത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഗണിതം അത് നമ്മൾ ഉള്ളിൽ നിന്നുണ്ടാവേണ്ടതാണ്. അതിന് ആന്തരികമായ ചോദനകളാണ് ഉണ്ടാവുന്നത്. ആന്തരികമായി നമുക്ക് അതിനെ നേരിടണം. ആ ഒരു വെല്ലുവിളി നേരിടാനുള്ള ആ ഒരു ഇത് ഉള്ളിൽ നിന്നുണ്ടാവേണ്ട. നേരെ മറിച്ച് പുറത്തുനിന്ന് അടിച്ചിട്ടും കുത്തിയിട്ടും അല്ലെങ്കിൽ പിന്നെ ചീത്ത പറഞ്ഞിട്ടും പരിഹസിച്ചിട്ടും ആണെങ്കിൽ അതിനോട് ഒരിക്കലും ഗണിതത്തോട് ആർക്കും താല്പര്യം ഉണ്ടാവില്ല. ഇപ്പം അടുത്ത ദിവസം തന്നെ ഒരു വളരെ പ്രസിദ്ധമായ IAS ഓഫീസർ എന്നോട് പറഞ്ഞു, എനിക്ക് കണക്കിൽ 100 മാർക്കും കിട്ടിയിരുന്നു, എല്ലാ പരീക്ഷയ്ക്കും 100 മാർക്ക് കിട്ടിയിരുന്നെങ്കിലും എനിക്ക് ഐ ഹേറ്റ് മാത്തമാറ്റിക്സ് എന്ന്. എന്താ അതിന് കാരണം? അവരെ പഠിപ്പിച്ച അധ്യാപകർക്ക് ഈ സാമാന്യ ആപേക്ഷികത സിദ്ധാന്തം പ്രയോഗിച്ചില്ല എന്നുള്ളത് തന്നെയാണ് അതിന് കാരണം. കേവലമായിട്ട് ഭീഷണിപ്പെടുത്തി ബാഹ്യ സമ്മർദ്ദങ്ങളോട് അവരെ അത് നിർബന്ധപൂർവ്വം പഠിപ്പിച്ചു, കാണാതെ പഠിച്ചു, പരീക്ഷ എഴുതി പാസ്സായി, നല്ല ബുദ്ധി ഉണ്ടായിരുന്നുകൊണ്ട് ഫുൾ മാർക്ക് കിട്ടിയെന്നുള്ളൂ. നേരെ മറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒരു കുട്ടിക്ക് ഒരു ചെറിയ കാര്യം അവന് സ്വയം അത് കണ്ടെത്താൻ അവന് കഴിഞ്ഞു എന്നും ഒരു 8ഉം 5ഉം 13 അല്ലെങ്കിൽ അത് സ്വന്തം കണ്ടെത്തുന്നതിനുള്ള കുറേ വർക്കുകൾ കൊടുത്ത് സ്വയം കണ്ടെത്തിയാൽ അവനുണ്ടാകുന്ന മാനസികമായ ആഹ്ലാദം എന്തായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ചു. അങ്ങനെ ഉണ്ടെങ്കിലാണ് അവന് ബാക്കിയുള്ള കാര്യങ്ങളും കൂടുതൽ അജ്ഞാതമായ വസ്തുക്കൾ എനിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും, എനിക്കത് നിർദ്ധാരണം ചെയ്യാൻ കഴിയും, എനിക്കതിനെ സോൾവ് ചെയ്യാൻ കഴിയുന്നുള്ള ആത്മവിശ്വാസമാണ് യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടത്. അതാണ് യഥാർത്ഥത്തിൽ സാമാന്യ ആപേക്ഷികത എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സാമാന്യ ആപേക്ഷികത എന്നത് 20ാം നൂറ്റാണ്ടിൽ ഉണ്ടായ ഒരു ശാസ്ത്രീയമായ ശാസ്ത്ര സത്യം എന്ന് വേണമെങ്കിൽ പറയാം, ശാസ്ത്രീയ നിയമമാണ്. അതിനനുസരിച്ച രീതിയിൽ മറ്റുള്ള മനുഷ്യൻ്റെ എല്ലാ മേഖലകളിലും ഇത് വരുന്നുണ്ട്. അതിനെക്കുറിച്ച്, അതായത് കൃഷിയിൽ വരുന്നുണ്ട്. ആദ്യമായിട്ട് കൃഷിയിലാണ് വന്നത്. ആ കൃഷിയിൽ വരുന്നുണ്ട്, ആരോഗ്യത്തിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ ആരോഗ്യ സംരക്ഷണത്തിൽ വരുന്നുണ്ട്, ചികിത്സ എന്നതിൽ വരുന്നുണ്ട്, അതേപോലെ തന്നെ വിദ്യാഭ്യാസത്തിൽ വരുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട് അടുത്ത എപ്പിസോഡുകളിൽ പറയാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ സാമാന്യ ആപേക്ഷികത എന്നത് നമ്മുടെ ദർശനത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്ക്, എൻ്റെ അഭിപ്രായത്തിൽ, ശത്രുക്കളില്ലാതെ യോജിച്ച് മുന്നേറാനുള്ള ഏറ്റവും നല്ല ഒരു സിദ്ധാന്തമാണ് സാമാന്യാപേക്ഷികത. അത് ശാസ്ത്ര കാര്യങ്ങളിലായിക്കോട്ടെ, സാമൂഹ്യ കാര്യങ്ങളിലായിക്കോട്ടെ, എക്കണോമിക്സിലായിക്കോട്ടെ, പൊളിറ്റിക്സിലായിക്കോട്ടെ, അതിനൊക്കെ തന്നെ പൊതുവായ ഒരു ധാരണയും പൊതുവായ ലക്ഷ്യങ്ങളും പൊതുവായ സമീപനവും അതുവഴി ഒരു പൊതുവായ പ്രത്യേകമായ ഓരോരുത്തർക്കുള്ള
ഒരു സ്പേസ് അംഗീകരിച്ചുകൊണ്ട് മനുഷ്യരാശിക്കാകെ പൊതുവായിട്ട് ആവശ്യമുള്ള കാര്യങ്ങളിൽ യോജിക്കാവുന്നത്ര യോജിച്ചുകൊണ്ട് അങ്ങനെ ഒരു മിനിമം പ്രോഗ്രാം അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിയാൽ മനുഷ്യരാശിക്ക് കൂടുതൽ എളുപ്പത്തിൽ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനാവും എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും ഈ അടുത്ത ഇതൊക്കെ തന്നെ നമ്മളെ കൃഷിയുടെ ചരിത്രവും വിദ്യാഭ്യാസത്തിൻ്റെ ചരിത്രവും അതേപോലെ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചിട്ടൊക്കെ അടുത്ത എപ്പിസോഡിൽ പറയാം. ജയ് ഹിന്ദ്, ജയ് ജഗത്, ജയ് ജീവൻ. ഒരിക്കൽ കൂടി പറയട്ടെ, ഇതിലൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞാൻ വല്ല തെറ്റും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചൂണ്ടിക്കാണിക്കണം. കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാൻ നോക്കിക്കോളാം. കഴിയുമെങ്കിൽ അപ്പോൾ തന്നെ മറുപടി പറയാം, അല്ലെങ്കിൽ അതിലിടാം. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കൂടുതലുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോ ആയിട്ട് ഇട്ടോളാം. ജയ് ഹിന്ദ്, ജയ് ജഗത്.